മലൈക്കോട്ടെ വാലിബന്റെ എന്തെങ്കിലും അപ്ഡേറ്റുകൾ കിട്ടുമോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടന്റെ FB പേജിലിടെ വന്നടേ ഹിയർ ഈസ് ദ റിലീസ് ടീസർ ഓഫ് മലൈക്കോട്ടെ വാലിബൻ. ലാലേട്ടന്റെ പേജിൽ ഞാനൊരു ഇറങ്ങി 4 മിനിറ്റ് കൊണ്ട് സാധനം കണ്ട് അപ്പം തന്നെ എന്ത് ചെയ്തെടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഗിയർ അപ്പ് ടു എക്സ്പീരിയൻസ് ദ എപ്പിക് സ്പിരിറ്റ് ഇൻ തിയേറ്റേഴ്സ്. മോനെ ഇതിനകത്തുണ്ട് കുറച്ച് സാധനങ്ങൾ. എന്താണെങ്കിലും അത് കണ്ടിട്ട് ഇനി ബാക്കി പറഞ്ഞാൽ മതി. മോനെ കേളുമല്ലേ, മാങ്ങോടുമല്ലേ, മൈക്ലോ ഒരാഴ്ച മല്ലനോ എന്തത്? അത് ഞാൻ കറക്റ്റ് വായിച്ചില്ലല്ലോ, സംഗതി ഒന്ന് വായിക്കണമല്ലോ. മൈക്കാളെ മഹാരാജ് ലേഡി മൈക്കാളെ. ഓ അങ്ങനെ, ഓക്കെ. സായിപ്പ് മല്ലന്മാർ. അപ്പം മല്ലന്മാരുടെ ഒരാഞ്ഞു കളിയാണ്. അപ്പം ലാലേട്ടനും വേറൊരു മല്ലനായിരിക്കും. ലാലേട്ടൻ വാലിബ മല്ലനാവണം. മോനെ കൊണ്ടുപോകാൻ കുറച്ച് പനയോല വെട്ടിവെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു. പോര് കഴിഞ്ഞു പോകുമ്പോ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടലൂരി തരാം. ഫ്രം ടുമോറോ. എൻ്റെ മോനെ, ഈ പാട്ട് വന്നു, ടീസർ, ട്രെയിലർ. എന്തടാ ലാലേട്ടൻ്റെ ഒരു പവർ സാധനം ഇല്ലാത്തേന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്ന് എൻ്റയർ സിനിമയിൽ ഒരു സാധനം ഇപ്പൊ തന്നത് ലിജോ. എൻ്റെ മോനെ നട്ടല്ലൂരി തരാം. ആ സ്വാഗ് കണ്ട. ആക്ച്വലി ഇത് കിടിലൻ, ഒന്നും പറയാലോ കേട്ടോ. താങ്ക്സ് ഫോർ ദ ടീം, അടിപൊളി വാലിബൻ്റെ ടീമിന്. ഞാൻ ആക്ച്വലി ഇന്നലെ ഈ ജാപ്പനീസ് നമ്മുടെ ഏതോ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് ഇതിനൊരു ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നുള്ള ലാലേട്ടൻ പറഞ്ഞത് വെച്ചിട്ട്, സാമുറായി പടം, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയത്. ഇന്ന് കുറേ പേര് അതിൻ്റെ ഒരു ഇത് ചെയ്തത്, വീഡിയോസ് ചെയ്തത് ഞാൻ കണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഇരുന്നിട്ട് എന്ത് ചെയ്ത്, അക്കിയ കുറോസോവ അവരുടെ അങ്ങേര് ചെയ്ത് വെച്ച ഒരു സിനിമയിലുള്ള ഒരു ക്യാരക്ടറുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ജാപ്പനീസ് പടത്തിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇരുന്ന് കണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇന്ന് ഞാൻ വേറൊരു സാധനം കണ്ടത്. നമ്മുടെ അമേരിക്കയിലെങ്ങാണ്ട് ഇറങ്ങാൻ പോകുന്ന പോസ്റ്ററാണ് നമ്മുടെ വാലിബൻ്റെ എന്ന് പറഞ്ഞിട്ട്. ഒരു ലാലേട്ടൻ ശരിക്കും ആ ഒരു എഴുത്തൊക്കെ ഒരു ജാപ്പനീസ് സാധനത്തിൻ്റെ പോലെ എഴുതി വെച്ചിട്ട് അതിൽ ആ ഒരു വാള് പിടിച്ചു പോകുന്നത് ഒരു സമുറായി സംഗതി. അങ്ങനെ കുറേ പോസ്റ്ററും സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒഫീഷ്യൽ സാധനങ്ങളാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ലാലേട്ടൻ തന്നെ പോസ്റ്റ് ചെയ്ത വേറൊരു സാധനം ഉണ്ടായിരുന്നു, തീ തുപ്പുന്ന വട്ടം കറങ്ങുന്ന ഒരുമാതിരി യന്ത്രം. ഇത് വാലിബ യന്ത്രമായിരിക്കും മിക്കവാറും. സോ ആ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ ഐ വാസ് ത്രിൽഡ്. ഞാൻ വിചാരിച്ചു ആ ഒരു പോസ്റ്ററിൻ്റെ മുകളിൽ നിന്ന് പോകുന്നുള്ളത്, പക്ഷെ അല്ല. എന്താണെങ്കിലും മലൈക്കോട്ടെ വാലിബൻ്റെ റിലീസ് ടീസർ പൊളിച്ചടെ, ഒന്നും പറയാനില്ല. ആക്ച്വലി ഇന്നലെ ഞാൻ ആ ഒരു ജാപ്പനീസ് മൂവിയുടെ കുറേ ബിറ്റുകൾ കണ്ടപ്പോൾ അതിൽ ആ ക്യാരക്ടർ ടൈമും സ്പേസൊന്നും ഇല്ലാതെ ഭയങ്കര ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ഇങ്ങനെ വന്ന് പേര് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ദൂരത്തുള്ളൊരു സ്ഥലം നോക്കി പേര് പറയുക. ആദ്യം നമുക്ക് ആ ക്യാരക്ടറിനോട് ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഗതി പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഇത് ഫീലായി. പിന്നെ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ, ഒരു എക്സ്പ്ലനേഷൻ കണ്ട സമയത്ത് ഈ ലൈക്ക് ഇനിയിപ്പോൾ ഇത് അഡാപ്റ്റ് ചെയ്ത എന്തോ ആയിക്കോട്ട്, സംഗതി മക്കളെ പറക്കുന്നു, പൊട്ടിപ്പാറും തോന്നുന്നുണ്ട് കേട്ടോ നാളെ. വേറെ ഒന്നും പറയാല്ല. ഇതിനിടയിൽ ഞാൻ ഒരു എക്സ്ക്ലൂസീവ് സാധനം വെച്ചത് ഇനി പുറത്ത് വന്നോ ഇല്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും ഇവിടെ വെക്കുന്നുണ്ട്. Don't worry, man. Why should you be nervous? Okay. We have done a great film. So be happy, sleep well, think positively, and we'll celebrate the movie. Okay? Absolutely. Okay, so the team is confident, Laletan is confident. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനും കോൺഫിഡൻ്റ് ആവുന്നു. ഇനിയിപ്പം ആകെ അറിയേണ്ടത് ടോപ്പ് ഓപ്പണിംഗ് ഡേ വേൾഡ് വൈഡ് ഗ്രോസ് മലയാളം മൂവി ആയിട്ട് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ വരുമോ ഇല്ലയോ, അതൊക്കെ
വേറൊരു സംഗതി. ഓക്കെ, പക്ഷേ ലൈക്ക് സീരിയസ്ലി മാൻ, ഒന്നും പറയാനില്ല. നല്ല വെയിറ്റിംഗ് ആണ്. അകത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ചങ്ങലക്കിട്ട ലാലേട്ടൻ ഫാൻ സട്ട കുടഞ്ഞ് നീച്ചിരിക്കുകയാണ് ഈ ഒരു റിലീസ് ടീസറിന് ശേഷം. ഞാൻ ഇനി വേറെ ഒന്നും നോക്കുന്നില്ല. നാളെ രാവിലെ 5 മണിക്ക് തന്നെ പോകണം, തിയേറ്ററിൽ കയറണം, 6:30 പടം കാണണം. ബാക്കി ഇനി പടം കണ്ടിട്ട്